ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ ബൈബിളിലെ 45-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിൽ 6-ാമത്തെ പുസ്തകവുമായ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനമാണ് നാം പരിശോധിക്കുന്നത്. റോമിൽ ക്രൈസ്തവ സഭയുണ്ടായിട്ട് ഏതാണ്ട് 4 നൂറ്റാണ്ട് 25 വർഷം കഴിഞ്ഞു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോം സന്ദർശിച്ചിരുന്നില്ല. റോമിലെ സഭയെ സന്ദർശിക്കുന്നതിന് മുന്നോടിയായി റോമൻ സഭയ്ക്ക് അവരെ ഒരുക്കുന്നതിനായിട്ട് പൗലോസ് എഴുതിയതാണ് റോമർക്ക് എഴുതിയ ലേഖനം. റോമിലുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ കുറച്ചുനാൾ പ്രവർത്തിച്ച ശേഷം അവരുടെ സഹായത്തോടെ സ്പെയിനിലേക്ക് പോകാനായിട്ടായിരുന്നു അപ്പോസ്തലൻ പദ്ധതിയിട്ടിരുന്നത്. ക്രിസ്ത്യ വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിൽ വിവിധ വശങ്ങളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഈ ലേഖനം നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. AD 58 കൊരിന്തിലുള്ള ഗായോസിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ലേഖനം രചിക്കപ്പെട്ടത്. 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, റോമലേഖനം 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലേഖനം എഴുതിയെടുത്തത് തെർത്തോസ് എന്ന് പറയുന്ന ആളാണ്. അത് 22-ാം വാക്യത്തിലുണ്ട്. അപ്പം 16-ന്റെ 22-ഉം 23-ഉം കൂടെ വായിച്ചാൽ ആ കാര്യം ഗ്രഹിക്കാൻ പറ്റും. ഈ ലേഖനം എഴുതിയ തെർത്തോസ്, ലേഖനം എഴുതിയെടുത്ത തെർത്തോസ് എന്ന ഞാൻ നിങ്ങളിൽ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഗായോസിന്റെ വീട്ടിൽ വെച്ച് തെർത്തോസ് എഴുതിയെടുത്ത് റോമിലുള്ള സഭയ്ക്ക് ഈ ലേഖനം എത്തിച്ചു കൊടുത്തത് റോമിലേക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുകയായിരുന്ന ഫേബ എന്ന സഹോദരി ആണ്. 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഫേബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരിയും കെൻക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയുമായ ഫേബയെ. അപ്പോൾ ഫേബ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ സഹോദരിയുടെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തുവിട്ടത്. റോമിലെ സഭയ്ക്ക് ഇങ്ങനൊരു ലേഖനം എഴുതാനുള്ള കാരണം അവരെ ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ, അവരുടെ ചില സംശയങ്ങൾ പറയുകയാണെങ്കിൽ, ദൈവകൃപയെക്കുറിച്ച് അവർക്ക് സംശയമുണ്ടായിരുന്നു. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ സുവിശേഷവും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധം എന്താണ് അവർക്ക് സംശയമുണ്ടായിരുന്നു. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയും സുവിശേഷവും തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെ അവർക്ക് സംശയമുണ്ടായിരുന്നു. സുവിശേഷം ദൈവത്തിനായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ നേരത്തെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ കാര്യം എങ്ങനെയാണ്? ഇങ്ങനെയുള്ള പല പല സംശയങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം നൽകാൻ ശ്രമിച്ച പൗലോസ് ഈ ലേഖനം രചിച്ചു കഴിഞ്ഞപ്പോൾ ആ ലേഖനത്തെ ആളുകൾ വിളിക്കുന്നത്, വേദപുസ്തക പണ്ഡിതന്മാർ വിളിക്കുന്നത് പൗലോസ് എഴുതിയ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു പോൾ എന്നാണ്. അപ്പോൾ അത് വളരെ ക്ലിയറായിട്ട് സുവിശേഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരതിന് വീണിരിക്കുന്നത്. ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വാക്യം പരിചയമുള്ളതാണ്. എന്നാൽ ഈ വാക്യത്തിലെ ചില പദങ്ങൾ നോക്കിയാൽ ഈ പുസ്തകം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമാകും. 1-ാമത് സുവിശേഷം, 2 രക്ഷ, 3 വിശ്വസിക്കുക, 4 ദൈവത്തിൻ്റെ ശക്തി, 5 ദൈവത്തിൻ്റെ നീതി, 6 നീതിമാൻ, 7 വിശ്വാസത്താൽ ജീവിക്കുക. കണ്ടോ, ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ വായിച്ച ഈ വാക്യത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതാണ് ലേഖനത്തിൻ്റെ പ്രധാന ചിന്ത എന്ന് ഞാൻ പറഞ്ഞത്. ഈ ലേഖനത്തിനാകെ 16 അധ്യായങ്ങളാണുള്ളത്. പഠന സൗകര്യത്തിനായിട്ട് ഇതിനെ വിഭജിക്കുന്നത് 3ആയിട്ടാണ്. 1 മുതൽ 8 വരെ, 9 മുതൽ 11 വരെ, 12 മുതൽ 16 വരെ. ഈ ഓരോ ഭാഗത്തും എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ 8 അധ്യായങ്ങളിൽ നമ്മെ രക്ഷിക്കുന്ന സുവിശേഷം എന്താണ്, അഥവാ സുവിശേഷത്താൽ ഒരാൾക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാം, നീതീകരിക്കപ്പെടാം എന്ന വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സുവിശേഷവും യഹൂദന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലുമായിട്ട് എന്താണ് ബന്ധം, സുവിശേഷവും ഇസ്രായേലും എന്നുള്ളതാണ് 9 മുതൽ 11 വരെ. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ സുവിശേഷം ഒരാളിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ രൂപാന്തരം നൽകുന്നു, സുവിശേഷം സ്വീകരിച്ച ഒരാളുടെ സ്വഭാവം എങ്ങനെ മാറുന്നു അഥവാ മാറണം എന്ന കാര്യമാണ്
അവസാനത്തെ ഭാഗത്ത് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗവും ഒന്നുകൂടെ ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ, ആദ്യം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ എടുക്കുക. രക്ഷിക്കുന്ന സുവിശേഷം, അതിൽ ആദ്യത്തെ 17 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ ഒരു ആമുഖമാണ്. ആ ആമുഖം കഴിഞ്ഞാൽ ഉടനെ 18-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ ഉള്ള ഭാഗത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, മനുഷ്യർക്ക് സുവിശേഷത്തിൻ്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ട് മനുഷ്യർക്ക് സുവിശേഷം വേണം, വൈ ദ ഗുഡ് ന്യൂസ്, വൈ ദ ഗോസ്പൽ. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ബിക്കോസ് മാൻ ഈസ് എ സിന്നർ, മനുഷ്യൻ പാപി ആയതുകൊണ്ട്. അപ്പോൾ ആരാണ് പാപി എന്ന് ചോദിക്കുകയാണെങ്കിൽ, തനതായ മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ജാതികൾ, ധാർമ്മിക ബോധമുള്ള നല്ല മനുഷ്യർ, മതഭക്തന്മാരായ യഹൂദന്മാരും മറ്റ് മതസ്ഥരും എല്ലാവരും പാപികളാണ്. ഒരുപക്ഷെ ഒരു വാക്യം വായിച്ചാൽ അത് ക്ലിയർ ആകും. 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, വായിച്ചാട്ടെ. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. കണ്ടോ, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി. അപ്പൊ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും എന്നാണ് അതിന്റെ അർത്ഥം. ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അല്ലേ, തനതായ ഇൻഡിജിനസ് റിലിജൻ ആയിക്കോട്ടെ, അല്ല ഓർഗനൈസ്ഡ് റിലിജൻ ആയിക്കോട്ടെ, ഇനി മതബോധമില്ലാതെ ഞാനൊരു ധാർമ്മിക ബോധം മാത്രമുള്ള ആളായിക്കോട്ടെ, എല്ലാവരും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാം? രക്ഷ എന്നുള്ളതിന് ഇവിടെ നീതീകരണം എന്നുള്ള പദമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, ജസ്റ്റിഫിക്കേഷൻ. രണ്ടും ഒരു കാര്യം തന്നെയാണ്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ന്റെ 21 വരെയുള്ള വാക്യങ്ങളിൽ വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ, എന്താണ് നീതീകരണം അല്ലെങ്കിൽ എന്താണ് രക്ഷ എന്ന് വിശദമാക്കുന്നു. 3-ന്റെ 21 നമുക്ക് വായിക്കാം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്, നീതീകരണം എന്ന് പറയുന്നത് രക്ഷയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴോ രക്ഷ, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരും. അതെങ്ങനെ മനസ്സിലാക്കുക? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഒരുത്തിനെ നീതീകരിക്കുന്നത്. നീതീകരിക്കാൻ ദൈവത്തിന് കൃപ തോന്നണം. അപ്പൊ കൃപയാൽ മാത്രമേ നീതീകരണം നടക്കുകയുള്ളൂ. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് അപ്പോൾ ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചാൽ, വേണം. വിശ്വസിക്കുന്ന എല്ലാവർക്കും കൃപ വേണം. ദൈവത്തിന്റെ കൃപ ഇപ്പോൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസം. മനസ്സിലായോ? ക്രിസ്തുയേശുവിൽ വിശ്വസിക്കണം. ദൈവകൃപ, നമ്മുടെ വിശ്വാസം. എന്തിൽ വിശ്വാസം? എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളെ ദൈവം നീതിമാനെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനാണ് നീതീകരണം അല്ലെങ്കിൽ രക്ഷ. 24-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില്, കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്. കൃപയാൽ വീണ്ടെടുപ്പ്, കൃപയാൽ വീണ്ടെടുപ്പ്. മനസ്സിലായി? എന്താ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്? അന്യാധീനപ്പെട്ടു പോയ, അടിമത്തത്തിലായി പോയ ഒരാളെ വില കൊടുത്ത് വാങ്ങുക. ഇതിന്റെ ഇവിടെ ഒരു വിരൽ വെച്ചോണ്ട് 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, ക്രിസ്തു നിങ്ങളെ വിലയ്ക്ക് വാങ്ങി നിങ്ങളെ വീണ്ടെടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. ആ പ്രൈസ് എന്താണ്? പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. അത് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം മറുവിലയായിട്ട് കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത്. ബോട്ടസ് ബാക്ക്. കൃപയാൽ ദൈവം ചെയ്തൊരു കാര്യമാണത്. 25-ാം വാക്യത്തിൽ അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും, നമുക്ക് പ്രായശ്ചിത്തം ഒന്നും ചെയ്യണ്ടേ? പാപം ചെയ്തല്ലോ, അതിന് പ്രായശ്ചിത്തം വേണ്ടേന്ന് ചോദിച്ചാൽ 25-ാം വാക്യം പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകും. തന്റെ രക്തം ചിന്തിയത് നമുക്ക് പ്രായശ്ചിത്തമായിട്ടായിരുന്നു. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? 26-ാം വാക്യത്തിൽ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നു. നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകണം. അപ്പൊ നമുക്ക് പിന്നെ ഒരു ചോദ്യം വരും, അപ്പൊ ഞാനൊന്നും ചെയ്യണ്ടേ? ഏത് മാർഗം? നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർമ്മമാർഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രവൃത്തികളാൽ നല്ല പ്രവൃത്തി ചെയ്ത്. എന്നാൽ 27-ാം വാക്യം പറയാണ്, കർമ്മമാർഗത്താലല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ. അത്രേ. കണ്ടോ? കർമ്മമാർഗത്താൽ അല്ല, പിന്നെ ഏത് മാർഗത്താലാണ്? വിശ്വാസമാർഗത്താൽ. അപ്പം പ്രവൃത്തി ഒന്നും വേണ്ടെന്ന് ചോദിച്ചാൽ 28-ാം വാക്യത്തിൽ പറയാണ്, പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ
പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ കണ്ടോ, ഈ 3-ാം അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കരുണ തോന്നിയാലേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ദൈവത്തിന് ഇപ്പോൾ കരുണ തോന്നിയിരിക്കുകയാണ്, ഇത് കൃപായുഗമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോൾ വിശ്വസിക്കുമ്പം പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വെച്ചാൽ, കർത്താവ് നമുക്ക് പകരം ബലിയായപ്പോൾ പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നാം വിശ്വസിച്ചാൽ മാത്രം മതി. ഒരു കർമ്മവും വേണ്ട, ഒരു പ്രവൃത്തിയും വേണ്ട. നാം രക്ഷിക്കപ്പെടുന്നത് എഫേസ്യ ലേഖനത്തിലുണ്ടല്ലോ, കൃപയാൽ വിശ്വാസം മൂലം. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികളല്ല നമ്മെ രക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പുതിയ ഉപദേശമാണോ? ഇതിപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഉപദേശമാണോ? അങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് തോന്നിയെന്ന് വരാം. അവിടെയാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ വരുന്നത്. 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ഈ വിശ്വാസനീതി എന്ന് പറയുന്ന ഒരു പുതിയ ഉപദേശമല്ല, ഇത് പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു. അബ്രഹാമിൻ്റെ കാര്യം ഒരു മാതൃക, ഒരു ഇലസ്ട്രേഷൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ക്രിസ്തു വന്നപ്പോഴും ക്രിസ്തുവിന് മുമ്പും കാരണം ദൈവത്തിന് ഇടയ്ക്കിടയ്ക്ക് നിറമാറ്റമില്ല. നമ്മൾ പറയും പഴയ നിയമത്തിലെ ദൈവം അങ്ങനെ ആയിരുന്നു. ഇല്ല, അങ്ങനെയില്ല. പുതിയ നിയമത്തിലെ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നതിനാണ്. അതുകൊണ്ട് 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അബ്രഹാം എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരുടെ തുടക്കം അബ്രഹാമിൽ നിന്നാണ്. അപ്പൊ അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതവന് നീതിയായി കണക്കിട്ടു. അത് ഉൽപ്പത്തി 15:6 നമുക്ക് കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നമ്മൾ റോമലേഖനം 4:5 വായിക്കുകയാണെങ്കിൽ, ഭക്തന്മാരെ അല്ല നീതീകരിക്കുന്നത്, അഭക്തന്മാരെയാണ് നീതീകരിക്കുന്നത്. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ. കണ്ടോ, അഭക്തൻ വിശ്വസിച്ചാൽ മാത്രം മതി. നിന്റെ ഭക്തി ഒന്നും. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ഭക്തന്മാരെയൊക്കെ വിട്ടേച്ച് ചുങ്കക്കാരുടെ അടുക്കിലേക്കും പാപികളുടെ അടുക്കിലേക്കും ഒക്കെ പോയത്. വിശ്വസിച്ചാൽ മതി. ദൈവകൃപ ഉദിച്ചു കഴിയുമ്പോൾ വിശ്വസിച്ചാൽ ഏത് മനുഷ്യനെയും, ഒരു വ്യത്യാസവും ഇല്ലല്ലോ, ഭക്തനും അഭക്തനും ഒന്നും വ്യത്യാസമൊന്നുമില്ല, ഏതൊരാളെയും രക്ഷിക്കുവാനായിട്ട് കർത്താവ് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഏത് തരത്തിലുള്ള വിശ്വാസമാണ് അബ്രഹാമിന് ഉണ്ടായിരുന്നത് എന്ന് 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, ആ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, സംശയിക്കാതെ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് ഉറപ്പായി പൂർണ്ണമായി വിശ്വസിച്ചു. അപ്പൊ ഇങ്ങനെയുള്ളൊരു വിശ്വാസമൊക്കെ വേണം കേട്ടോ. പൂർണ്ണമായിട്ട് കർത്താവായ യേശുക്രിസ്തു എനിക്ക് മതിയായവനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചാൽ, രക്ഷ പ്രാപിച്ചാൽ എന്താ ഗുണം, അതിൻ്റെ ഫലം എന്താണ്? 5-ാം അധ്യായമാണത് വിവരിക്കുന്നത്. നീതീകരണത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ ഗുണങ്ങൾ 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു, ദൈവത്തോട് സമാധാനം. 2-ാം വാക്യത്തിൽ പറഞ്ഞു കൃപയിലേക്ക് പ്രവേശനം. 3-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു കഷ്ടങ്ങളിൽ പ്രശംസിക്കാനായിട്ട് കഴിയും. പിന്നീട് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. അങ്ങനെ പരിശുദ്ധാത്മാവെന്ന ദാനം, ഹൃദയത്തിൽ ദൈവസ്നേഹം, ദൈവകോപത്തിൽ നിന്നുള്ള രക്ഷ, ജീവിതത്തിൽ വിശുദ്ധീകരണം, ദൈവത്തിൽ പ്രശംസ, അങ്ങനെ വന്ന് ജീവനിൽ വാഴും. 5:17 വരുമ്പോഴത്തേക്ക് പറയാണ്, ഇതുവരെ തട്ടിമുട്ടിയും ജീവിച്ചിരുന്ന നിങ്ങൾ ജീവിതത്തിൽ വാഴാൻ തുടങ്ങും. 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പം ഞാൻ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ദൈവത്തോടൊരു ബന്ധമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായി, അല്ല, ഞാൻ ദൈവത്തിൻ്റെ കുടുംബാംഗമായി, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പുത്രനായി. അവൻ എന്നെ അഭിഷേകം ചെയ്തു, അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ്റെ അധികാരത്തിൽ അവൻ എനിക്ക് പങ്കാളിത്തം തന്നു. ഞാൻ ഇപ്പോൾ ഐ എം ലൈക്ക് എ രാജകുമാരൻ, എ പ്രിൻസ്. ഞാനൊരു ദൈവം ആരാണ്? ഈ സർവ്വത്തിൻ്റെയും അധിപതിയാണ്. അവൻ്റെ മകനായിട്ട് ഒരു രാജകുമാരനെ പോലെ ജീവിക്കുവാൻ, അങ്ങനെയാണ് ജീവനിൽ വാഴുമെന്ന് പറഞ്ഞത്. ആ സ്ഥലത്തേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. എന്നാൽ നമുക്ക് ഈ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഇടയായത് എങ്ങനെ, അതിൻ്റെ പരിഹാരം എന്തേ എന്നുള്ളതാണ് 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു തരുന്നത്. പാപത്തിൻ്റെ വേരുകൾ ആദാമിൽ അല്ലെങ്കിൽ ആദാമ്യ പ്രകൃതത്തിലാണ് ഇരിക്കുന്നത്. നാം പാപം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പാപം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പാപപ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പാപത്തിൻ്റെ എല്ലാ റൂട്ട് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാർത്ഥത, സ്വന്തം ഇഷ്ടം, സെൽഫ് വിൽ എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം. നാം എല്ലാവരും
ആടുകളെ പോലെ തെറ്റിപ്പോയി നാം ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടുന്ന് ദൈവം നമ്മളെ മടക്കി വരുത്തി നമ്മളെ തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന ഒരാൾ ഇനി കണ്ടെത്തുന്ന ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളാണ് 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? 3 വാക്കുകൾ ഓർത്താൽ മതി. ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യങ്ങൾ എണ്ണണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. ഒന്നാമത്, നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയണം. 6-ാം വാക്യം വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്. കണ്ടോ, അതാണ് പ്രധാനമായിട്ട് ഗ്രഹിക്കേണ്ടത്. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതായത് നമ്മൾ ഈ കർത്താവിനെ വിശ്വസിക്കുന്നതിന് മുമ്പ് പാപം ചെയ്തിരുന്ന പഴയ മനുഷ്യൻ, ആ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ആ അറിവ് നമ്മുടെ ഉള്ളിൽ വേണം. രണ്ടാമത്തെ കാര്യം 11-ാം വാക്യത്തിലാണ്, നാം പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ എണ്ണണം. വായിക്കാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. അറിയണം, എണ്ണണം. നോ ആൻഡ് റെക്കൺ. മൂന്നാമത്, നാം മരിച്ചിട്ട് ജീവിക്കുന്നവരായും നമ്മുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കണം. 13-ാം വാക്യം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ റോമാലേഖനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പേജിൽ ലിങ്ക് വരും, അത് കയറി വിശദാംശങ്ങളെല്ലാം കാണണം. ഇപ്പോൾ 3 വാക്കുകൾ ഓർക്കുക. അറിയണം, എണ്ണണം, സമർപ്പിക്കണം. നോ, റെക്കൺ, ഈൽ. പക്ഷേ ഇതെല്ലാം ചെയ്താലും നമ്മളെ പാപം അങ്ങനെ എളുപ്പത്തിൽ വിടുകയല്ല എന്നുള്ളതാണ് 7-ാം അധ്യായം നമ്മളോട് പറയുന്നത്, അല്ലേ? പാപം എന്ന വിപത്ത്, അതിനെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം വഴിയുള്ള പദ്ധതി എന്താണെന്നുള്ളതാണ് 7-8 അധ്യായങ്ങൾ വ്യക്തമാക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പം പാപത്തെ ജയിക്കാനുള്ള വഴി അതിനകത്തുണ്ടല്ലോ. എന്താണ്? നിരന്തരം ദൈവാത്മാവിനാൽ ക്രിസ്തുവിൽ തന്നെ വസിക്കണം. അതുകൊണ്ടാണ് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്നിൽ വസിപ്പീൻ, കണ്ടിന്യൂ ടു അബൈഡ് ഇൻ മീ എന്ന്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും കഴിയത്തില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും കഴിയത്തില്ല. അപ്പം ഇപ്പം നമ്മൾ കർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യുമെന്ന് പറയുന്നതാണ് ഈ പ്രോബ്ലം എന്ന്. അതുകൊണ്ടാണ് പാപത്തിലേക്ക് പോകുന്നത്. നിരന്തരം ദൈവാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൽ വസിക്കണം. അപ്പോൾ അവിടെ വീണ്ടും ഒരു കാര്യം വരികയാണ്. പാപത്തിൻ്റെ റൂട്ട് എന്താ? സ്വാർത്ഥത. എനിക്ക് അങ്ങനെ വസിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് ഫ്രീ വില്ലുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, അതുപയോഗിച്ച് എനിക്ക് എൻ്റെ വഴിക്ക് പോകണം. അതാണ് ഈ 7-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, സിൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് 3 അക്ഷരമേ ഉള്ളൂ. SIN. നടുക്ക് നിൽക്കുന്ന ആളാരാ? ഞാൻ. കണ്ടോ, അതാണ് പാപത്തിൻ്റെ കേന്ദ്ര ഭാഗം. ആ I 0 ആകുകയാണെങ്കിൽ എന്തായി? SON, സൺ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണമെന്നുണ്ടെങ്കിൽ ഞാനെന്ന ഭാവം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഈഗോ ഇല്ലാതായിട്ട് അതൊരു 0 ആകണം. I should become a 0, a nothing. അങ്ങനെ വരുമ്പോൾ മാത്രമേ എനിക്ക് ദൈവപൈതലായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് 7-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനായിരുന്നു ഈ ന്യായപ്രമാണം? ന്യായപ്രമാണമാണ് പാപത്തെ കണക്കിടുവാൻ. പാപം ഉണ്ടെന്ന് എനിക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ലാബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാൽ ആ കാര്യം ഗ്രഹിക്കാം. 7:7. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അപ്പൊ ന്യായപ്രമാണമാണ് പാപത്തെ കാണിച്ചു തരുന്നതെന്നായി പറഞ്ഞ, കണക്കിടുന്നത്. ഇത്രയും പാപം നിന്നിലുണ്ട് എന്ന് വെളിപ്പെടുത്തി തരാനാണ് ന്യായപ്രമാണം. അതെങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7-ാം അധ്യായം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ ഐയെക്കുറിച്ച് പറഞ്ഞു, സ്വാർത്ഥതയെക്കുറിച്ച് പറഞ്ഞു. 38 പ്രാവശ്യമാണ് 7-ാം അധ്യായത്തിൽ ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ മുഴുവനും കേന്ദ്രം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവമാണ് എന്ന് മനസ്സിലാക്കണം. പാപത്തിന്റെ മേൽ ജയം എങ്ങനെയാ കിട്ടുന്നത്? 7:24. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആ ചോദ്യത്തിന് ഉത്തരം കേൾക്കുക. എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മനസ്സിലായി? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഞാനെന്ന ഭാവത്തോട് ഇരിക്കുമ്പോൾ എനിക്ക് വിടുതലില്ല. എന്നാൽ അതാണ് 8-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു യേശുവിലാണെങ്കിൽ ഒരു ശിക്ഷാവിധിയും ഇല്ല.
സോ കണ്ടിന്യൂ ടു അബൈഡ് ഇൻ ഹിം. ഇതെല്ലാ ലേഖനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. യേശു പറഞ്ഞതാണ്, എന്നിൽ വസിപ്പീൻ. അപ്പൊ ഇങ്ങനെ ജയജീവിതത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. അത് അനിവാര്യമാണെന്നാണ് 8-ാം അധ്യായം പറയുന്നത്. 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഒരു 20 പ്രാവശ്യമെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ 38 പ്രാവശ്യം എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാനെന്ന് പറഞ്ഞപ്പോൾ 8-ാം അധ്യായത്തിൽ 20 പ്രാവശ്യം പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ എനിക്ക് ക്രിസ്തുവിൽ വസിക്കുവാനും ജയം എടുക്കാനും കഴിയുകയില്ല. ചുരുക്കം പറഞ്ഞാൽ 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ പറഞ്ഞു നിർത്തിയ എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒന്നിനും കഴിയുകയില്ല, ഞാൻ അവനിൽ തന്നെ വസിക്കുമെന്ന്. മനസ്സിലായോ? ഉയരത്തിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പ് എല്ലാവർക്കും വേണം. രക്ഷ എന്ന് പറയുന്ന ഒരു ലവ് അഫെയറാണ്. ഞാനും കർത്താവും തമ്മിലുള്ള ഒരു ഉറ്റ സ്നേഹബന്ധമാണ്. അത് പിരിഞ്ഞാൽ പോയി. പിരിയാതെ ഞാൻ കർത്താവിൽ തന്നെ നിരന്തരം വസിക്കണം. അങ്ങനെ വസിക്കുമ്പോൾ നീതീകരണവും വിശുദ്ധീകരണവും ജയവും എല്ലാം ക്രിസ്തുവിലുണ്ട്. അത് പിന്നീട് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് നീതിയും ജ്ഞാനവും വിശുദ്ധീകരണവും എല്ലാമായി തീർന്നു. അതുകൊണ്ട് അവനിൽ തന്നെ വസിച്ചാൽ രക്ഷയുണ്ട്. യേശു ക്രിസ്തുവാണ് സുവിശേഷം. അതാണ് ആദ്യത്തെ 8 അധ്യായങ്ങൾ. നമുക്ക് 2-ാം ഭാഗത്തേക്ക് പോകാം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ, ഈ 8 അധ്യായങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ദയവായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്ലീസ് ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ പേജ്. അവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരുപാട് എപ്പിസോഡ്സ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വിശദമായിട്ട് പഠിച്ച് ഗ്രഹിച്ച് ഈ നീതീകരണത്തിലും വിശുദ്ധീകരണത്തിലും എത്തിച്ചേരുക. 9 to 11, 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ സുവിശേഷം, യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയുന്നു. 9-ാം അധ്യായത്തിൽ തുടങ്ങും 3 കാര്യങ്ങളാണ്. 9, 10, 11. 9-ാം അധ്യായം ഇസ്രായേലിൻ്റെ പണ്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത കാര്യം. 10-ാം അധ്യായത്തിൽ ഇന്ന് ഇസ്രായേലിൻ്റെ അവസ്ഥ. 11-ാം അധ്യായത്തിൽ ഭാവിയിൽ ഇസ്രായേലിന് എന്ത് സംഭവിക്കും. ഈ കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിലുള്ളത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പണ്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, ഇപ്പോൾ സഭയെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണെങ്കിൽ, 9-ാം അധ്യായം പറയുകയാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്നിട്ട് ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്തായിരുന്നു? അവർ വിശ്വാസനീതി പ്രാപിക്കണം എന്നുള്ളതായിരുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? കൃപയാൽ വിശ്വാസം മൂലം മാത്രമേ രക്ഷയുള്ളൂ, യഹൂദനാണെങ്കിലും അല്ല വേറൊരാളാണെങ്കിലും. അപ്പം അവർ വിശ്വാസനീതി പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ദൈവം അവർക്ക് എന്ത് കൊടുത്തത്? പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന. 9:4 വായിച്ചാട്ടെ. അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഇതെല്ലാം അവർക്ക് നൽകിയത് ദൈവത്തിന്റെ ഒരു പ്രതീക്ഷയിൽ നിന്നായിരുന്നു. എന്ത്? അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവർ വിശ്വാസ നീതിക്ക് പകരം പ്രവൃത്തികളാലുള്ള നീതീകരണം അന്വേഷിച്ചു, അത് ഇടർച്ചയ്ക്ക് കാരണമായി. 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. അവര് ഇടറിപ്പോയത്. അപ്പൊ നമുക്ക് ആ കാര്യം മനസ്സിലാക്കണം. എല്ലാ കാലഘട്ടത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് കൃപയാൽ വിശ്വാസം മൂലം രക്ഷ പ്രാപിക്കുക, അതല്ലാതെ ഒരു വഴി ഇല്ല. പക്ഷെ അവര് ഈ ന്യായപ്രമാണമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക്, വാഗ്ദത്തങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അത് പ്രമാണിച്ചങ്ങ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. ന്യായപ്രമാണം പ്രവർത്തിച്ച ആരും ഇന്നുവരെ, കാരണം ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി, അവരിടറി വീണു. അവരെ പ്രവൃത്തികളാലുള്ള നീതീകരണം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ 3-ാം അധ്യായത്തിൽ പഠിച്ചത് ഏത് മാർഗത്താൽ? പ്രവൃത്തികളുടെ മാർഗമല്ല, വിശ്വാസം, കർമ്മമാർഗമല്ല. 10-ാം അധ്യായത്തിൽ പറയുകയാണ് ഇന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ്. ഇന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ മശിഹയായ യേശു ക്രിസ്തു വന്നെങ്കിലും അവരെന്ത് ചെയ്തു? അവനെ തിരിച്ചറിഞ്ഞില്ല, അവനിൽ വിശ്വസിച്ചില്ല, അവനെ യോഹന്നാന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1:11 എന്താണെന്ന് അറിയാമോ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 11-ഉം 12-ഉം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, യഹൂദന്മാരുടെ അടുക്കലേക്ക് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അപ്പൊ ദൈവം എടുത്തൊരു പുതിയ തീരുമാനം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അത് വലിയ ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നെങ്കിലും
അവര് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല, അവനിൽ വിശ്വസിച്ചില്ല, അവനെ തിരസ്കരിച്ചു. രക്ഷയുടെ പദ്ധതി യഹൂദന്മാർക്ക് ഉള്ളതല്ല എന്ന് അവർ കരുതി അവനെ ക്രൂശിച്ചു കളഞ്ഞു. എന്നാൽ ജാതികൾക്കും യഹൂദന്മാർക്കും രക്ഷയുടെ പദ്ധതി ഒന്നുപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും. ഒന്ന് ശ്രദ്ധിച്ചോണേ, അതായത് ഇപ്പോൾ നമ്മൾ ആരുടെ കാര്യമാണ് പഠിക്കുന്നത്? ഇസ്രായേലിൻ്റെ. നമ്മൾ ഈ വാക്യം എടുത്താണ് രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ഇസ്രായേൽ മക്കളോട് ബന്ധത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമുക്കും ഇത് ബാധകമാണ്. വായിച്ചോളൂ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഓക്കെ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ഇതായിരുന്നു യഹൂദന്മാര് ചെയ്യേണ്ടിയിരുന്നത്. വായിക്കാം. എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. ശ്രദ്ധിക്കുക, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടൊരു കൊട്ടേഷൻ അല്ലേ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അപ്പൊ ഇത് പഴയ നിയമത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന്. പക്ഷേ യഹൂദന്മാർ അത് മനസ്സിലാക്കാതെ അവര് കർമ്മമാർഗത്തിലേക്ക് പോയത് കൊണ്ടാണ് ഇടറിപ്പോയത്. എന്നാൽ 11-ാം അധ്യായത്തിൽ പറയുകയാണ്, ഭാവിയിൽ ഇസ്രായേലിനൊരു പ്രത്യാശയുണ്ട്. എന്താണത്? ദൈവം അവരെ പുനഃസ്ഥാപിക്കും, അവരെ യഥാസ്ഥാനപ്പെടും. അവരുടെ ലംഘനം ദൈവം അനുവദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജാതികൾക്ക് രക്ഷ വരാൻ വേണ്ടിയായിരുന്നു. 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്വന്തത്തിലേക്ക് വന്നു, അവരെ കൈക്കൊണ്ടിരുന്നെങ്കിലോ? കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പൊ ദൈവം അനുവദിച്ചതാണ് ആ കാര്യം. എന്നിട്ട് ദൈവം അനുവദിച്ചതായതുകൊണ്ട് ദൈവം ഇവരെ തള്ളിക്കളയുന്നില്ല. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. 25-ാം വാക്യം, 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം, ജാതികളുടെ ഒരു പൂർണ്ണസംഖ്യ വരാനുണ്ട്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ആ കാഠിന്യം കർത്താവ് നീക്കും. എന്നിട്ട് അവർക്ക് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം കൊടുക്കും. പ്രവചന പുസ്തകങ്ങൾ പഠിച്ചത് ഓർക്കുക, സെക്കര്യാവിലൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതിനുള്ള വഴി കർത്താവ് തുറന്നു കൊടുക്കും. അപ്പോൾ 9-ാം അധ്യായത്തിൽ പാസ്റ്റ് ഓഫ് ഇസ്രായേലിന്റെ പഴയ കാര്യം പറഞ്ഞിരിക്കുന്നു. 10-ാം അധ്യായത്തിൽ ഫ്യൂച്ചർ, ഇന്നത്തെ കാര്യം പറയുന്നു. 11-ാം അധ്യായത്തിൽ ഭാവി കാര്യങ്ങൾ പറയുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രേ പറയാൻ ഒക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ എവിടെ പോകണം? ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ പേജ് ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ്. നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് വരാം. 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം നൽകുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ്. ഒരാളുടെ ജീവിതത്തിൽ സുവിശേഷം കയറിയാൽ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കേട്ടോ, 8 കഴിഞ്ഞിട്ട് ഒരു ചാട്ടം കൊടുത്ത് 12ലേക്ക് വരികയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? 9, 10, 11 നമുക്ക് പിന്നെ വായിക്കാമെന്ന് വെച്ചൊന്ന് മാറ്റി വെച്ചിട്ട്, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 1 മുതൽ 8 വരെ വായിച്ച 8ൽ നിന്ന് വാസ്തവത്തിൽ എങ്ങോട്ട് ചാടണം? 12ലേക്ക് വരണം. 12 മുതൽ 16 വരെ വായിക്കുകയാണെങ്കിൽ നീതീകരിക്കപ്പെട്ട ഒരാൾ, രക്ഷിക്കപ്പെട്ട ഒരാൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ടതുപോലെ ഒരു ഫ്ലാഷ് ബാക്ക് പോലാണ് ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗം നോക്കാം. 12-ാം അധ്യായത്തിൽ തുടങ്ങി വെക്കുന്നത് പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. നീതീകരിക്കപ്പെട്ട ഒരാൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പല ആളുകളോടുള്ള ബന്ധത്തിലാണ്. ഒന്നാമത്, എന്നെ രക്ഷിച്ച ദൈവമായതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അതാണ് 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എന്നെ തന്നെ യാഗമായി സമർപ്പിക്കണം, ലോകത്തോട് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി ദയവായിട്ട് ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. അപ്പൊ നിങ്ങളെ തന്നെ യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ ഇതാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ തന്നെ യാഗമായിട്ട് ദൈവത്തിന് നമ്മുടെ ശരീരത്തെ അർപ്പിക്കുക. ഈ ലോകത്തോട് അനുരൂപപ്പെടാനുള്ള പ്രവണത മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് മനസ്സ് പുതുക്കി ദൈവഹിതം ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിലേക്ക് വരിക. അപ്പോൾ ഇനി അടുത്തതായിട്ട് അവരവരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യം. ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നോടുള്ള ബന്ധത്തിൽ 3-ാം വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കരുത്, സുബോധമാകും വണ്ണം ഭാവിക്കണം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവരും അടിയിൽ വരച്ച് ഹൃദയത്തിൽ കുറിച്ചിടണം. കാരണം രക്ഷിക്കപ്പെട്ട് കുറച്ച് നാളം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ എന്തോ സംഭവങ്ങളാണെന്നുള്ള മട്ടിലാണ് നടക്കുന്നത്, അല്ലേ? എന്നാൽ ഇതെവിടുന്ന് കിട്ടിയതാ? ദൈവം വിശ്വാസത്തിന്റെ ഒരു അളവ് നിനക്ക് തന്നതുകൊണ്ടാണ്, ദൈവം കൃപ നിനക്ക് തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭാവിക്കേണ്ടതിന് മീതെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നോണം, അവിടെ മിണ്ടാണ്ടിരുന്നോണമെന്ന്. അതാണ് ദൈവം നമ്മളിൽ നിന്ന്, കാരണം ദൈവത്തിന്റെ കൃപയാലല്ലേ ഇത് കിട്ടിയത്. പിന്നെ എന്ത് ഭാവിക്കാൻ? അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൃപയിൽ നിങ്ങൾ വീണു പോകും. അതുകൊണ്ട് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. 3-ാമത്, എന്നെ ഒരു സഭയിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അതാണ് 12:4 മുതൽ 8 വരെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 4-ാം വാക്യം ഒന്ന് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരു പ്രവൃത്തി ഒന്നല്ല താനും. അപ്പോൾ അത് തിരിച്ചറിയണമെന്ന്. സഭയിലേക്ക് വന്നപ്പോൾ ഞാൻ ഏത് അവയവമാണ്, എൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയണം. വായിക്കാം. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. അടുത്ത വാക്യം, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. അത്രയും മതി, ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. അപ്പൊ നമ്മളോട് വന്നപ്പോൾ ഒരു അവയവമാക്കി ഒരു കൃപ തന്നു. അങ്ങനെയാണെങ്കിൽ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വിശ്വസ്തയോടെ, അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രവചനമെങ്കിൽ, ഇല്ലേ, ദാനം ചെയ്യുന്നവൻ, ഭരിക്കുന്നവൻ. അപ്പോൾ വാട്ട് എവർ യു ഗോട്ട് അക്കോർഡിംഗ്ലി, നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം അവയവമായിട്ട് സഭയിൽ താണിരുന്ന് ഒരു ഭാവവും കൂടാതെ സുബോധത്തോടെ പ്രവർത്തിക്കണം. ഇനി 4-ാമതായിട്ട് മറ്റു വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, അതാണ് 12:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റു വിശ്വാസികളുടെ ബന്ധത്തിൽ എൻ്റെ കീ 9-ാം വാക്യമാണ്, നിർവ്യാജ സ്നേഹം ആചരിക്കണം. സ്നേഹം നിർവ്യാജമായിരിക്കണം. സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷെ എന്ത് വ്യാജം വേണ്ട, കാപട്യം വേണ്ട, നിർവ്യാജ സ്നേഹം. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങുമ്പം നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും. അപ്പോൾ ശത്രുക്കളുണ്ടാകുമ്പോൾ ശത്രുക്കളോട് നമ്മുടെ മനോഭാവം ആണ് 12:14 മുതൽ 21 വരെ ദൈവം പറഞ്ഞു തരുന്നത്. പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ദൈവത്തിനുള്ളതാണ്, ദൈവകോപത്തിന് ഇടം കൊടുക്കുക. 19-ാം വാക്യം, 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. അപ്പൊ ദൈവത്തെ അനുവദിച്ചാൽ മതിയെന്ന്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരാധനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു രാജ്യത്തിലെ പൗരനാണ്. അതുകൊണ്ട് 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ പറയുന്നത് രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണം? 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്, ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. അപ്പൊ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. വീണ്ടും 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് അയൽവക്കത്തൊക്കെ ഉള്ളവരോട്, കാരണം നമ്മൾ രാജ്യത്തിലെ പൗരൻ മാത്രമല്ല, നമ്മളെ കാണുന്നത് അയൽവക്കത്തൊക്കെ ഉള്ളവരാ, അവരോടൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം എങ്ങനെയാണെന്നുള്ളതാണ് 13-8 മുതൽ 14 വരെ. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ 8-ാം വാക്യത്തിൽ പറഞ്ഞു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ താഴോട്ട് വായിക്കുമ്പോൾ സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്, നിവൃത്തിയാണ്. അപ്പൊ സഭയിലുള്ളവരെയും സ്നേഹിക്കണം, പുറത്തുള്ളവരെയും സ്നേഹിക്കണം. സ്നേഹമാണ്, നിർവ്യാജ സ്നേഹമാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം. അതുകൊണ്ട് സഭയ്ക്ക് അകത്തുള്ളവരെ നിർവ്യാജമായിട്ട് സ്നേഹിക്കണം, പുറത്തുള്ളവരെ സ്നേഹിക്കണം, പക്ഷെ അവരോടൊന്നും കടംപെട്ടിരിക്കരുത്. സ്നേഹത്തിൻ്റെ പേരിൽ വേണ്ടാത്തതൊക്കെ മേടിച്ച് വെക്കരുതെന്ന്. 14 മുതൽ 15-7 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിങ്ങനെ ബന്ധപ്പെടുമ്പോൾ പുതിയ പുതിയ വിശ്വാസികൾ സഭയിലേക്ക് വരും.
അവർ പലരും ബലഹീനരായിരിക്കും. അപ്പോൾ ഈ ബലഹീന വിശ്വാസികളോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, ബലഹീനരായിട്ടുള്ളവരെ വിധിക്കുകയല്ല, അവരെ ചേർത്ത് കൊള്ളണം, അവരെ കൈക്കൊള്ളണം. 14:1 വായിക്കാം. 14:1. നമ്മൾ നേരത്തെ വിശ്വാസത്തിൽ വന്നതാണ്, പുറകെ വന്നവർ ബലഹീനരാണ്, അതുകൊണ്ട് അവരെ വിധിക്കരുതെന്ന്. 14:1. സംശയ വിചാരങ്ങളെ വിധിക്കാതെ, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളണം, അവനെ ചേർത്ത് കൊള്ളണം. മനസ്സിലായോ? 15:1 കൂടെ വായിക്കുകയാണെങ്കിൽ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ ശക്തനായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും. അപ്പൊ നിങ്ങൾ ശക്തനാണെങ്കിൽ അശക്തനായിട്ട് പുതിയതായിട്ട് വന്നവന്റെ ബലഹീനത ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ആണോ? ഞാനാണ് ഭയങ്കരൻ എന്ന് നമ്മിൽ തന്നെ പ്രസാദിക്കാതെ താണിരിക്കണം. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരന്റെ നന്മയ്ക്കായിട്ട് ആത്മീയ വർധനയ്ക്കും വേണ്ടി പ്രസാദിക്കണം. അവന്റെ ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ ഇച്ചിരി താഴേക്ക് ചെല്ലണമെന്ന്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ജീവിതമാണ് പുതിയ വിശ്വാസികളോട്, ബലഹീനരോട് വേണ്ടത്. അവസാനമായിട്ട് 15:8 മുതൽ 16-ാം അധ്യായം വരെ എല്ലാവരോടും എങ്ങനെ വേണം. കാരണം ഇവിടെ കുറേ പേരുടെ കാര്യം പറഞ്ഞു. ദൈവത്തോട്, അവരവരോട്, സഭയോട്, മറ്റു വിശ്വാസികളോട്, ശത്രുക്കളോട്, രാജ്യത്തോട്, അയൽക്കാരോട്, ബലഹീന വിശ്വാസികളോട്, കേട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് പറയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരോടും എങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അത്യാവശ്യം സാമാന്യ മര്യാദയും വിവരവും ഒക്കെ വേണമെന്ന്. അങ്ങനെ മാത്രമേ എല്ലാവരോടും പെരുമാറാൻ പാടുള്ളൂ. ഒരു വിവേകവും ഇല്ലാതെ ഞാൻ എന്തോ പ്രത്യേകതയുള്ളവനാണെന്ന് വിചാരിച്ച് അഹംഭാവത്തിൽ ആരോടും പെരുമാറാനായിട്ട് പാടില്ല. ഒരു കൺക്ലൂഷൻ 16:19 നമുക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം. വായിക്കാം. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ എപ്പോഴും നന്മ ചെയ്യാൻ ഒരുങ്ങിയിരിക്കണം, അല്ലാതെ തിന്മ ചെയ്യാനായിട്ടല്ല. ചുരുക്കം പറഞ്ഞാൽ യുവർ ലൈഫ് മസ്റ്റ് ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. നിങ്ങൾ രൂപാന്തരപ്പെട്ട ആളാണ്, സുവിശേഷം വിശ്വസിച്ച ആളാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ ഓടാൻ ഇടയാകരുത്. അവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം. ദൈവത്തോടുള്ള ബന്ധത്തിലും, ലോകത്തോടുള്ള ബന്ധത്തിലും, സഭയോടുള്ള ബന്ധത്തിലും, അയൽക്കാരോടുള്ള ബന്ധത്തിലും ഒക്കെ എന്തായിരിക്കണം? നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം. നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികൾ. എങ്ങനെ എനിക്ക് നന്മ ചെയ്യാം, എങ്ങനെ എനിക്ക് അവരെ സഹായിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിരിക്കേണ്ടത്. തിന്മ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവനത് പാപമാണെന്ന് മറക്കരുത്. ഇതാണ് റോമാലേഖനം. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇതാണ് റോമാലേഖനം. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും, എല്ലാ അധ്യായങ്ങളും വിശദീകരിച്ചിട്ടുള്ള ലിങ്കുണ്ട്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഡിസ്ക്രിപ്ഷൻ പേജിലുണ്ട്. മോർ എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ പേജിലേക്ക് നിങ്ങൾ വരും. അവിടെ ഈ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ വളരെ വിശദമായിട്ട് റോമാലേഖനം പഠിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളുടെ ഈ ബൈബിൾ സർവേ ക്ലാസ്സിലുണ്ട്. ഇത് വളരെ ചുരുക്കത്തിൽ നമ്മൾ പഠിക്കുകയാണ് ചെയ്തത്. ഈ റോമാലേഖന പഠനം എല്ലാവരെയും പ്രചോദിപ്പിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം.